Dear students, we are discussing molecular symmetry and group theory. മോളിക്കുലർ സിമട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് സിമട്രി എലമെൻ്റ് എന്നും എന്താണ് സിമട്രി ഓപ്പറേഷൻസ് എന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമട്രി ഓപ്പറേഷൻസും നമ്മൾ പഠിക്കുകയുണ്ടായി. ഏതൊക്കെയായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സിമട്രി ഓപ്പറേഷൻസ് ആൻഡ് അസോസിയേറ്റഡ് സിമട്രി എലമെൻറ്റ്സ് ഏതൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത് എന്ന് ഓർമ്മയുണ്ടോ? അതൊന്ന് നമുക്ക് ജസ്റ്റ് റീകോൾ ചെയ്യാം. ഓക്കെ, സിമട്രി ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ, പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ, റിഫ്ലക്ഷൻ ഓപ്പറേഷൻ, ഇൻവേർഷൻ ഓപ്പറേഷൻ ആൻഡ് ഇംപ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമട്രി എലമെൻറ്റ്സ് ആണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്, ആക്സിസ് ഓഫ് സിമട്രി CN, പ്ലെയിൻ ഓഫ് സിമട്രി മിറർ പ്ലെയിൻ സിഗ്മ, സെൻറ്റർ ഓഫ് സിമട്രി ഓർ ഇൻവേർഷൻ സെൻറ്റർ I, ഇംപ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് SN. ഓക്കെ, ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിനെ ഓരോന്നിനെയും വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അപ്പോൾ നമ്മൾ ഓരോ സിമട്രി എലമെൻ്റായിട്ട് ആദ്യം എടുക്കുക. ആദ്യം ഐഡൻറ്റിറ്റിയാണ്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ആ മോളിക്യൂളിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ മോളിക്യൂളിന് ഒന്നും സംഭവിക്കുന്നില്ല. ഇൻ ദിസ് ഓപ്പറേഷൻ ദ മോളിക്യൂൾ റിമെയിൻസ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ ഓർ ലീവ്സ് ദ സിസ്റ്റം അൺചേഞ്ച്ഡ്. ഇതാണ് ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മോളിക്യൂൾസിനും ഐഡൻറ്റിറ്റി എലമെൻറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്കലി വെരി യൂസ്ഫുൾ ഇൻ ദ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് തിയറി. നമ്മൾ ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന എലമെൻറ്റിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഗ്രൂപ്പ് തിയറിറ്റിക്കൽ പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുമ്പം നമുക്ക് മനസ്സിലാവും എന്താണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ് കൊണ്ട് ഉള്ള ഗുണം. അതായത് നമ്മളതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു എലമെൻറ്റിൻ്റെ ആവശ്യമെന്ന് നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ ഗ്രൂപ്പ് തിയറിയിലെ കണ്ടീഷൻസ്, ഗ്രൂപ്പ് തിയറി എന്ന് പറയുമ്പം അതിലൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കൂടിയേ തീരും. അപ്പോൾ ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളിക്യൂൾ റിമെയിൻസ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ ഓർ ലീവ്സ് ദ സിസ്റ്റം അൺചേഞ്ച്ഡ്. നമുക്ക് വേണമെങ്കിൽ വാട്ടർ മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടത് കാണിക്കാം. അതായത് വാട്ടർ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതാണല്ലോ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, ഇത് ഫസ്റ്റ് ഹൈഡ്രജൻ, ഇത് സെക്കൻഡ് ഹൈഡ്രജൻ. നമ്മളിതിൻ്റെ മുകളിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്തു എന്ന് വിചാരിക്കാം. നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് ഹൈഡ്രജൻ, ഹൈഡ്രജൻ 1 2 സെയിം സ്ട്രക്ചർ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഇതാണ് ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് ഓപ്പറേഷൻ ദ മോളിക്യൂൾ റിമെയിൻസ് ഇൻ ഇറ്റ്സ് ഒറിജിനൽ കോൺഫിഗറേഷൻ ഓർ ലീവ്സ് ദ സിസ്റ്റം അൺചേഞ്ച്ഡ്. അതാണ് ഐഡൻറ്റിറ്റി എലമെൻറ്റ്. ദാറ്റ് മീൻസ് നത്തിങ് ഡൂയിങ്, ഒന്നും അവിടെ എന്ത് ചെയ്യുന്നില്ല. അതാണ് ഐഡൻറ്റിറ്റി ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സിമട്രി ഓപ്പറേഷനാണ് പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ, ഓക്കെ, എന്താണ് പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ എന്നും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമട്രി എലമെൻ്റായ ആക്സിസ് ഓഫ് സിമട്രി എന്താണെന്നും നമുക്ക് നോക്കാം. ആദ്യം ആക്സിസ് ഓഫ് സിമട്രി. ആക്സിസ് ഓഫ് സിമട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ അബൌട്ട് വിച്ച് റൊട്ടേഷൻ ത്രൂ എ സർട്ടൻ ആംഗിൾ brings an object into an orientation indistinguishable and superimposable on the original. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വാട്ടർ മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ കണ്ടു. ഓർമ്മയുണ്ടോ? വാട്ടർ മോളിക്യൂളിൻ്റെ റൊട്ടേഷൻ നമ്മൾ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതായത് വാട്ടർ മോളിക്യൂളിനെ നമ്മൾ റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതായത് ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ, ഓക്സിജൻ, ഹൈഡ്രജൻ 1 2 അല്ലേ? നമ്മളതിൻ്റെ മുകളിൽ 180 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അങ്ങനെ ചെയ്തത്. ഈ ഓക്സിജനിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് കൺസിഡർ ചെയ്തു, എന്നിട്ട് അതിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. 180 ഡിഗ്രി റൊട്ടേഷൻ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്സിജനിലൂടെയാണല്ലോ അത് ആ ആക്സിസ് കടന്നു പോകുന്നത്. ഓക്സിജൻ്റെ പൊസിഷൻ മാറില്ല, പക്ഷേ ഫസ്റ്റ് ഹൈഡ്രജൻ
സെക്കൻഡ് ഹൈഡ്രജൻ്റെ പൊസിഷനിലേക്കും സെക്കൻഡ് ഹൈഡ്രജൻ ഫസ്റ്റ് ഹൈഡ്രജൻ്റെ പൊസിഷനിലേക്കും വന്നിട്ടുണ്ടാവും അല്ലേ. പക്ഷേ നമുക്ക് ഈ ഹൈഡ്രജൻ ആറ്റംസിന് മോളിക്യൂൾസിൽ ആറ്റംസിന് നമ്പർ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതാണ് ഫസ്റ്റ് ഹൈഡ്രജൻ ഏതാണ് സെക്കൻഡ് ഹൈഡ്രജൻ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. അതാണ് റൊട്ടേഷൻ, എ ലൈൻ എബൌട്ട് വിച്ച് റൊട്ടേഷൻ ത്രൂ എ certain ആംഗിൾ brings an object into an orientation indistinguishable. ആദ്യത്തെ സ്ട്രക്ചറിൽ നിന്നും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റാത്തൊരു ഓറിയൻറ്റേഷനിലാണ് രണ്ടാമത്തെ അതിൻ്റെ റിസൾട്ടൻ്റായിട്ട് നമുക്ക് കിട്ടുക. പിന്നീട് എന്താ അതിൻ്റെ പ്രത്യേകത? ആൻഡ് സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ദ ഒറിജിനൽ. സൂപ്പർ ഇമ്പോസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കിട്ടിയ റിസൾട്ടിനെ ആദ്യത്തെ സ്ട്രക്ചറിൻ്റെ മുകളിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ ഇമ്പോസ് ചെയ്യും. ഓക്കെ, അതാണ് പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ ആക്സിസ് ഓഫ് സിമ്മട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റൊട്ടേഷനെയാണ് ദ റൊട്ടേഷൻ ഓഫ് ദ മോളിക്യൂൾ എബൌട്ട് ദ ആക്സിസ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ത്രൂ certain ആംഗിൾ ടു ഗെറ്റ് ആൻ ഇക്വലൻറ്റ് കോൺഫിഗറേഷൻ ഈസ് കോൾഡ് പ്രോപ്പർ റൊട്ടേഷൻ. നമ്മളിപ്പോൾ ചെയ്ത ഈ പ്രോസസ്സിനെയാണ് പ്രോപ്പർ റൊട്ടേഷൻ എന്ന് വിളിക്കുക. നമ്മൾ വാട്ടർ മോളിക്യൂൾ എടുത്തു, വാട്ടർ മോളിക്യൂളിൻ്റെ ഒരു ആക്സിസ് ഓഫ് സിമ്മട്രി ഉണ്ട്. ആ ആക്സിസ് ഓഫ് സിമ്മട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ആറ്റത്തിലൂടെ മാത്രം പോകുന്ന ഒരു ലൈനാണ് ആ ആക്സിസ് ഓഫ് സിമ്മട്രി എന്ന് പറയുന്നത്. ആ ആക്സിസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? 180 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ഒരു ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷൻ ലഭിക്കും. ആ ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ മോളിക്യൂളുമായിട്ട് എന്തായിരിക്കും? സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതായിരിക്കും. ഈ റൊട്ടേഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോപ്പർ റൊട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ദ റൊട്ടേഷൻ ഓഫ് ദ മോളിക്യൂൾ എബൌട്ട് ദ ആക്സിസ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ത്രൂ എ certain ആംഗിൾ ദറ്റ് ആംഗിൾ ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു 360/n. n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് റൊട്ടേഷനാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നൊക്കെ പറഞ്ഞു തരാം. through a certain angle to get an equivalent configuration is called proper rotation. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇക്വലൻ്റ് കോൺഫിഗറേഷൻ നമുക്കിവിടെ ലഭിക്കണം. ഓക്കെ, എങ്ങനെയെങ്കിലും ഉള്ള ഓറിയൻറ്റേഷൻ കിട്ടാനല്ല നമ്മൾ കിട്ടുന്നതിനല്ല സിമ്മട്രി എന്ന് പറയുന്നത്. നമ്മൾ ഏതാണോ സ്റ്റാർട്ടിങ്ങിൽ എടുത്ത ഒറിജിനൽ മോളിക്യൂൾ എന്ന് പറയുന്നത് ആ മോളിക്യൂളുമായിട്ടുള്ള ഇക്വലൻ്റ് ഓറിയൻറ്റേഷൻ, ആ മോളിക്യൂളിൻ്റെ സെയിം ഓറിയൻറ്റേഷൻ തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് നമുക്ക് ആ ഒറിജിനൽ മോളിക്യൂളിനെയും റൊട്ടേഷൻ കഴിഞ്ഞിട്ടുള്ള മോളിക്യൂളിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെയുള്ള ഓറിയൻറ്റേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതൊരു സിമട്രി ഓപ്പറേഷനാണ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്: ആക്സിസ് ഓഫ് സിമട്രിയും പ്രോപ്പർ റൊട്ടേഷനും. ആക്സിസ് ഓഫ് സിമട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ about which rotation through a certain angle brings an object into an orientation indistinguishable and superimposable on the original, and the corresponding symmetry operation is proper rotation, and the proper rotation is defined as the rotation of the molecule about the axis in counterclockwise direction through certain angle to get an equivalent configuration is called proper rotation. ഓക്കെ, ആൻഡ് n ഈസ് കോൾഡ് ഓർഡർ ഓഫ് റൊട്ടേഷൻ. ഇനി n എങ്ങനെയാണ് കണ്ടുപിടിക്കാന്നാണ്. ഇവിടെ നിങ്ങൾക്ക് തീറ്റ ഈസ് ഈക്വൽ ടു 360/n എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് n ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? n ഈസ് ഈക്വൽ ടു 360/θ എന്ന് കിട്ടും. ശരിയല്ലേ? ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 360/n വേർ n ഈസ് കോൾഡ് ഓർഡർ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർഡർ ഓഫ് റൊട്ടേഷൻ കിട്ടാൻ 360/θ ചെയ്താൽ മതി. നമ്മൾ എത്രയാണോ ആംഗിൾ റൊട്ടേറ്റ് ചെയ്യുന്നത് അതിന് 360 ഡിവൈഡഡ് ബൈ ദാറ്റ് ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n കിട്ടും. അപ്പോൾ ഈ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ഞാനിപ്പോൾ ചെയ്ത റൊട്ടേഷൻ്റെ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതിയല്ലോ, ആ റൊട്ടേഷൻ്റെ ആംഗിൾ എത്രയായിരിക്കും? ഓർഡർ എത്രയായിരിക്കും? നമ്മൾ എത്ര ഡിഗ്രി അവിടെ തിരിച്ചത്? 180 ഡിഗ്രിയാണ് നമ്മൾ തിരിച്ചത്. വാട്ടർ മോളിക്യൂളിനെ 180 ഡിഗ്രി തിരിച്ചപ്പോഴാണ് നമുക്ക് ഇക്വലൻ്റ് ഓറിയൻറ്റേഷൻ, ഇൻഡിസ്റ്റിങ്വിഷബിൾ ഓറിയൻറ്റേഷൻ ലഭിച്ചത്. അപ്പോൾ ഇവിടുത്തെ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു നമുക്ക് ഇക്വേഷൻ ഉണ്ട്, എന്താണ്? 360/θ ആണ് n എന്ന് പറയുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ n ഈസ് ഈക്വൽ ടു എത്രയാണ് 360/180. 360/180 ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. 360/180 ഈസ് ഈക്വൽ ടു 2. അപ്പോൾ ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ നമ്മളിപ്പോൾ തിരിച്ച റൊട്ടേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, വാട്ടർ മോളിക്യൂളിന് ഒരു C2 എന്ന് പറയുന്ന പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ഉണ്ട്. നമ്മൾ സിമെട്രി എലമെൻറ്റ്സും സിമെട്രി ഓപ്പറേഷൻസും പറഞ്ഞ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസിനെ പ്രോപ്പർ റൊട്ടേഷനെ നമ്മൾ CN എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ n എന്ന് പറയുന്നത് എന്താണ്, ഓർഡർ ഓഫ് റൊട്ടേഷനാണ്. അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് 360/θ എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ദിസ് 360/θ ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ നമ്മളിപ്പോൾ റൊട്ടേറ്റ് ചെയ്ത റൊട്ടേഷൻ്റെ കേസിൽ ദാറ്റ് n ഈസ് ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹാസ് എ 2-fold പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് C2, അതായത് 180 ഡിഗ്രി തിരിക്കുമ്പോഴാണല്ലോ നമുക്ക് C2 കിട്ടുന്നത്. തീറ്റ ഈസ് ഈക്വൽ ടു 360/180. തീറ്റ ഈസ് ഈക്വൽ ടു അല്ല, n ഈസ് ഈക്വൽ ടു 360/180, that is equal to 2, and hence order of rotation is 2, and hence that rotation axis is C2 axis. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വാട്ടർ മോളിക്യൂളിൻ്റെ ഓക്സിജനിലൂടെ കടന്നു പോകുന്ന ആക്സിസ് അത് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റൊട്ടേറ്റ് ചെയ്യുന്നത്. 180 ഡിഗ്രി തിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇക്വലൻ്റ് ഓറിയൻറ്റേഷൻ ലഭിക്കുന്നത്. ഓക്കെ, ഇതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ. നെക്സ്റ്റ് നമുക്ക് BF3 മോളിക്യൂളിൻ്റെ ആക്സിസുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. BF3 മോളിക്യൂളിൻ്റെ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസുകൾ ഏതൊക്കെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ BF3 മോളിക്യൂളിൻ്റെ സിമെട്രി ആക്സിസ് ആണ് നോക്കുന്നത്. അതായത് ഇതാണ് BF3 മോളിക്യൂൾ എന്ന് പറയുന്നത്. BF3 മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ട്രയഗണൽ പ്ലാനാറാണ്. നടുക്ക് ബോറോണും 3 ഫ്ലൂറിൻ ആറ്റംസും ഉള്ള സ്ട്രക്ചറാണ് BF3 എന്ന് പറയുന്നത്. ട്രയഗണൽ പ്ലാനാർ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിളിൻ്റെ 3 കോർണേഴ്സിലായിട്ടായിരിക്കും ഫ്ലൂറിൻ ആറ്റംസ് ഉണ്ടാവുക. സെൻട്രലിൽ ബോറോൺ ആറ്റം ആയിരിക്കും ഉണ്ടാവുക BF3ക്ക്. അപ്പോൾ ഈ BF3യിൽ ആക്സിസ് എന്ന് പറയുന്നത് ഒരു ആക്സിസ് ഈ ബോറോണിലൂടെ ഇങ്ങനെ കുത്തനെ പാസ് ചെയ്യുന്ന ആക്സിസാണ്. ബോറോണിൻ്റെ ഇതാണ് മോളിക്യൂളിൻ്റെ പ്ലെയിൻ എന്ന് പറയുന്നത്. ഈ പേപ്പറാണ് മോളിക്യൂൾ ഇരിക്കുന്ന പ്ലെയിൻ, അതാണ് മോളിക്കുലർ പ്ലെയിൻ. ഈ മോളിക്കുലർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസാണ് ഒരു ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിസിൽ നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ, ഈ ആക്സിസിനെ പിടിച്ചിട്ട് നമ്മൾ ഈ മോളിക്യൂളിനെ തിരിച്ചു കഴിഞ്ഞാൽ എത്ര ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വലൻ്റ് കോൺഫിഗറേഷൻ കിട്ടും എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ മോളിക്യൂളിനെ ഈ കാർബൺ ആറ്റത്തിനെ ഈ ബോറോണിലെ ആറ്റത്തിനെ മാത്രം പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, തിരിക്കുകയാണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിക്കേണ്ടത്. തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കോൺഫിഗറേഷനിലേക്ക് വരണമെങ്കിൽ ഈ മോളിക്യൂൾ 120, ഇപ്പോഴാണ് നമുക്ക് ആദ്യത്തെ കോൺഫിഗറേഷനിലേക്ക് നമ്മൾ വന്നത്. ഈ മോളിക്യൂൾ എന്ത് ചെയ്യണം, 120 ഡിഗ്രി തിരിക്കണം. 120 ഡിഗ്രി തിരിച്ചാൽ മാത്രമാണ് BF3 മോളിക്യൂൾ അതിൻ്റെ ആദ്യത്തെ കോൺഫിഗറേഷനിലേക്ക് വരുന്നത്. വീണ്ടും നമ്മളൊരു 120 ഡിഗ്രി കൂടി തിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ വീണ്ടും ഒരു ഇക്വലൻ്റ് കോൺഫിഗറേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ തീറ്റ ഈസ് ഈക്വൽ ടു എത്രയാണ്, 120 ആണ്. അപ്പോൾ നമ്മൾ n ഈസ് ഈക്വൽ ടു 360/120 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം ബോറോണിലൂടെ BF3യിൽ ബോറോണിലൂടെ പാസ് ചെയ്യുന്ന എന്തുണ്ട്, ഒരു C3 ആക്സിസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് BF3യിലെ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസുകളാണ്. BF3യിലെ ഒരു പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ് ആണ് ബോറോണിലൂടെ കടന്നു പോകുന്ന
മോളിക്കുലർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിസിലൂടെ നമ്മൾ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇക്വലൻറ്റ് കോൺഫിഗറേഷൻ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് C3 ആക്സിസ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി ഇത് മാത്രമാണോ BF3ക്ക് ഉണ്ടാവുന്ന ആക്സിസുകൾ? നമ്മൾ ഒന്നുകൂടി അനലൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ ഒരു ബോറോൺ ആറ്റം, ഇത് ഫ്ലൂറിൻ ആറ്റമാണ്, ഇത് ബോറോൺ ആറ്റമാണ്. ഈ BF ബോണ്ടിലൂടെ, ഇതാണ് ഒരു BF ബോണ്ട്, 3 BF ബോണ്ടുകളാണ് BF3ക്ക് ഉള്ളത്. ഇപ്പോൾ ഒരു BF ബോണ്ടിലൂടെ, ഓരോ BF ബോണ്ടിലൂടെയും കടന്നു പോകുന്ന ആക്സിസുകൾ കൺസിഡർ ചെയ്യുക. അതായത് ഈ ഫസ്റ്റ് ഈ ആക്സിസ് എടുക്കുക. ഈ ആക്സിസിൽ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. മോളിക്യൂളിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇക്വലൻറ്റ് കോൺഫിഗറേഷൻ ലഭിക്കും എന്നുള്ളത് നിങ്ങൾ നോക്കുക. അതായത് ഈ ബോറോൺ BF ബോണ്ടിലൂടെയാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിക്കുന്നത്. ഇപ്പോൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? 180 ഡിഗ്രി തിരിച്ചാലാണ്, ഈ ആക്സിസിലൂടെ 180 ഡിഗ്രി തിരിച്ചാലാണ് നമുക്ക് എന്ത് ലഭിക്കുക? ഒരു ഇക്വലൻറ്റ് കോൺഫിഗറേഷൻ ലഭിക്കുക. ഓക്കെ, ഈ ആക്സിസിലൂടെ ഈ ആക്സിസിൽ പിടിച്ചിട്ട് 180 ഡിഗ്രി തിരിച്ചാൽ ഇവിടെയുള്ള ഈ ഫ്ലൂറിൻ ആറ്റം ഇവിടെയും, ഇവിടെയുള്ള ഫ്ലൂറിൻ ആറ്റം ഇവിടെയും എത്തും. ഓക്കെ, പിന്നെ ഇതല്ലാതെ ഇതാണ് നമ്മളിപ്പോൾ എടുത്ത BF ബോണ്ട് എന്ന് പറയുന്നത്. ഈ BF ബോണ്ട് എടുത്ത പോലെ ഇവിടെ വേറെയും 2 BF ബോണ്ടുകളുണ്ട്. ഈ ഓരോ BF ബോണ്ടിലൂടെയും നമുക്ക് ഇതുപോലെ 180 ഡിഗ്രി തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും? ആക്സിസുകൾ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു BF ബോണ്ടിലൂടെ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആക്സിസ് എങ്കിൽ ഇതിനൊരു 180 ഡിഗ്രി റൊട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഇക്വലൻറ്റ് കോൺഫിഗറേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ C2 ആക്സിസ് എന്ന് പറയുന്നത്. ആദ്യം N is equal to 360/180, that is equal to 2. ഓക്കെ, ഇനി ഇതായിരുന്നു ഒന്നാമത്തെ C2 ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ N2 ആകുമ്പം ആക്സിസ് C2 ആണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ C2 ആക്സിസ്. പിന്നെ നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ C2 ആക്സിസ് ഇങ്ങനെയായിരുന്നു, മൂന്നാമത്തെ C2 ആക്സിസ് ഇങ്ങനെയായിരിക്കും. നമ്മൾ 180 ഡിഗ്രി ഈ ആക്സിസിൽ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വലൻറ്റ് കോൺഫിഗറേഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു BF3ക്ക് ഒരു C3 ആക്സിസും BF3ക്ക് ഒരു C3 ആക്സിസും 3 C2 ആക്സിസുകളുമാണ് ഉള്ളത്. ഒരു C3 ആക്സിസും ഉണ്ട്, 3 C2 ആക്സിസുകളും ഉണ്ട്. അപ്പോൾ C3 C2 സാധാരണഗതിയിൽ നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്ന ഒരു ആക്സിസ് ഉണ്ട്. പ്രിൻസിപ്പൽ ആക്സിസ്, ഈ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഏറ്റവും ഹയസ്റ്റ് ഫോൾഡ് റൊട്ടേഷൻ ഏതാണോ അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുക. ഓക്കെ, അതിലെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ഫോൾഡ് റൊട്ടേഷൻ. അപ്പോൾ BF3യുടെ കേസിൽ അതെന്താണ്? C3 ആക്സിസ് ആണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആക്സിസുകൾ ഒരു മോളിക്യൂളിന് ഉണ്ട് എങ്കിൽ അതിലെ ഹയസ്റ്റ് ഫോൾഡ് Nൻ്റെ വാല്യൂ ഏതിനാണോ ഏറ്റവും കൂടുതലുള്ളത് അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ നമ്മൾ ഒരു ആക്സിസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഏത് ആക്സിസ് ആയിരുന്നു? C2 ആക്സിസ് ആയിരുന്നു വാട്ടർ മോളിക്യൂളിൻ്റെ കേസിലുള്ള ആക്സിസ് എന്ന് പറയുന്നത്. ആ C2 ആക്സിസ് ആണ് വാട്ടർ മോളിക്യൂളിൻ്റെ പ്രിൻസിപ്പൽ ആക്സിസ്. അതിന് നമ്മൾ ഇനി വേറൊന്നും നോക്കാനില്ല, ഒറ്റ ആക്സിസേ ഉള്ളൂ. അതുകൊണ്ട് അതാണ് വാട്ടർ മോളിക്യൂളിൻ്റെ കേസിലുള്ള പ്രിൻസിപ്പൽ ആക്സിസ്. പക്ഷേ ഇവിടെ BF3 മോളിക്യൂളിന് 2 ആക്സിസുകൾ ഉള്ളത് കൊണ്ട് ഏതാണോ Nൻ്റെ വാല്യൂ ഏറ്റവും കൂടുതൽ അതായിരിക്കും പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് BF3 മോളിക്യൂളിൻ്റെ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസുകൾ. C3 ആക്സിസ് പാസിംഗ് ത്രൂ ദ ബോറോൺ ആറ്റം പെർപെൻഡിക്കുലർ ടു ദ മോളിക്കുലർ പ്ലെയിൻ ആൻഡ് 3 C2 ആക്സിസ് പാസിംഗ് ത്രൂ ഈച്ച് BF ബോണ്ട്. ഓരോ BF ബോണ്ടിലൂടെയും കടന്നു പോകുന്ന 3 C2 ആക്സിസുകൾ BF3യുടെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമ്മൾ C3 ആക്സിസ് നമ്മളോട് എങ്ങനെയാണ് C3 ആക്സിസ് റൊട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് നമുക്കിതിൽ നോക്കാം. അപ്പോൾ ഞാൻ നമ്പർ ചെയ്തു. BF3യുടെ സ്ട്രക്ചർ വരച്ചു, ട്രൈഗണൽ പ്ലാനാർ സ്ട്രക്ചർ വരച്ചു. അതിന് ഓരോ ഫ്ലൂറിൻ ആറ്റംസിനും നമ്പർ ചെയ്തു.
നമ്പർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, C3 റൊട്ടേഷൻ ഇൻ ദ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഈ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ ഇതിനെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോറോൺ നടുക്ക്, അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ F3 എന്ന് പറയുന്ന ഫ്ലൂറിൻ എവിടേക്ക് വന്നിട്ടുണ്ടാവും, F1ൻ്റെ പൊസിഷനിൽ വന്നിട്ടുണ്ടാവും. F3 എന്ന് പറയുന്ന ഫ്ലൂറിൻ F1ൻ്റെ പൊസിഷനിൽ വന്നിട്ടുണ്ടായിരിക്കും 180 ഡിഗ്രി തിരിഞ്ഞിട്ട്. ഈ F1 എന്ന് പറയുന്ന ഫ്ലൂറിൻ ആരുടെ പൊസിഷനിൽ വന്നിട്ടുണ്ടാവും, F2ൻ്റെ പൊസിഷനിൽ വന്നിട്ടുണ്ടാവും. ഈ F2 എന്ന് പറയുന്ന ഫ്ലൂറിൻ F3യുടെ പൊസിഷനിലും വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ F3, F1, F2 ഇതാണ് C3 ആക്സിസ്. ബോറോണിലൂടെ കടന്നു പോകുന്ന C3 ആക്സിസിൽ പിടിച്ചിട്ട് നമ്മൾ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഫ്ലൂറിൻ ആറ്റംസിന് നമ്പർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്കതിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നത്. മോളിക്യൂൾസിൽ ഒരിക്കലും ആറ്റംസിനെ നമ്പർ ചെയ്തിട്ടല്ല നിർത്തുന്നത്. അതുകൊണ്ട് നമുക്കതൊരിക്കലും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ സാധിക്കില്ല റൊട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ. ഇനി നമ്മൾ ഒരു C3 ആക്സിസ് പറഞ്ഞു. അതുപോലെ ബോറോണിൽ BF3യിൽ എന്തുണ്ട്, C2 ആക്സിസ് ഉണ്ട്. C2 ആക്സിസിൻ്റെ റൊട്ടേഷൻ നടന്നു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കോൺഫിഗറേഷൻ കിട്ടുക എന്നുള്ളത് നോക്കാം. ബോറോൺ നടുക്ക് F1, F2, F3. ആദ്യം നമ്മൾ ഈ ആക്സിസിലൂടെ BF1 ബോണ്ടിലൂടെ കടന്നു പോകുന്ന ആക്സിസ് കൺസിഡർ ചെയ്യുക. ആ ആക്സിസിൽ നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ 180 ഡിഗ്രി തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്, ഈ BF1 ബോണ്ടിന് ഒന്നും മാറ്റമൊന്നും ഉണ്ടാവില്ല. ഈ ആക്സിസിലൂടെയാണല്ലോ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ആക്സിസ് അവിടെ തന്നെ ഇരിക്കും. ബാക്കി രണ്ട് ഫ്ലൂറിൻ ആറ്റംസും എന്ത് ചെയ്യും, F3 റൊട്ടേറ്റ് ചെയ്തിട്ട് F2ൻ്റെ പൊസിഷനിലേക്കും F2 റൊട്ടേറ്റ് ചെയ്തിട്ട് F3യുടെ പൊസിഷനിലേക്കും പോകും. അപ്പോൾ ഇത് F3യും ഇത് F2 ആവും. ഓക്കെ, ഇനി ഇതുപോലെ ഇതിപ്പോൾ നമ്മൾ ഒരു C2 ആണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇതുപോലെ BF3 എന്ന് പറയുന്ന ഈ ബോണ്ടിലൂടെ പാസ് ചെയ്യുന്ന C2 ആക്സിസ് പോസിബിൾ ആണ്. അതുപോലെ BF2 ബോണ്ടിലൂടെ പാസ് ചെയ്യുന്ന C2 ആക്സിസും പോസിബിൾ ആണ്. പിന്നെ BF3 ബോണ്ടിലൂടെ പാസ് ചെയ്യുന്ന C2 ആക്സിസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് BF3 എന്ന് പറയുന്ന ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ BF3 എന്ന് പറയുന്ന അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. F2 F1 ആവുകയും F1 F2 ആവുകയും ചെയ്യും. അതാണ് മാറ്റം. ഇനി നമ്മൾ അടുത്തതായിട്ട് BF2 ബോണ്ടിലൂടെയുള്ള C2 ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ആ മൂന്നാമത്തെ C2 ആക്സിസിലൂടെയും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓറിയൻറ്റേഷൻ നമുക്ക് മനസ്സിലാക്കാം. അതായത് BF2 ബോണ്ട് അങ്ങനെ നിൽക്കും, ഇത് F1 ആവും, ഇത് F2 ആവും. ഓക്കെ, ഇതാണ് BF3 മോളിക്യൂളിലെ C3 ആക്സിസും C2 ആക്സിസുകളും. ഓക്കെ, അപ്പം നമ്മൾ പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻസ് രണ്ട് മോളിക്യൂളിന് ഡിസ്കസ് ചെയ്തു, വാട്ടർ മോളിക്യൂളിൻ്റെയും അതുപോലെ BF3യുടെയും. അപ്പോൾ പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ദ റൊട്ടേഷൻ ഓഫ് ദ മോളിക്യൂൾ about the axis in counterclockwise direction through certain angle theta, that is 360/n, to get an equivalent configuration is called proper rotation. BF3യുടെ കേസിലും അതുപോലെ വാട്ടർ മോളിക്യൂളിൻ്റെ കേസിലും എങ്ങനെയാണ് നമുക്ക് ഇക്വലൻറ്റ് കോൺഫിഗറേഷൻ കിട്ടുന്നത് എന്ന് നമ്മൾ കണ്ടു. ഇനി ഒരു മോളിക്യൂളിന് ഒന്നിൽ കൂടുതൽ സിമെട്രി ആക്സിസുകൾ ഉണ്ടെങ്കിൽ ഹയസ്റ്റ് ഫോൾഡ് ആക്സിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ പ്രിൻസിപ്പൽ ആക്സിസ് ആൻഡ് അതേഴ്സ് ആസ് സെക്കൻഡറി ആക്സിസ്. അത് നമ്മൾ BF3യുടെ കേസിൽ കണ്ടു അല്ലേ. BF3ക്ക് C2 ഉണ്ട്, C3 ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാണ് പ്രിൻസിപ്പൽ ആക്സിസ് ആയിട്ട് എടുത്തത്, C3 ആക്സിസ്. അതാണ് ഹയസ്റ്റ് ഫോൾഡ് ആക്സിസ് എന്ന് പറയുന്നത്. അതാണ് BF3യുടെ കേസിലുള്ള പ്രിൻസിപ്പൽ ആക്സിസ്. വാട്ടർ മോളിക്യൂളിൻ്റെ കേസിൽ ഒറ്റ ആക്സിസേ ഉള്ളൂ, അത് C2 ആണ്. ഫോർ ദ പ്രിൻസിപ്പൽ ആക്സിസ് ഇസ് C2 ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ വാട്ടർ മോളിക്യൂളിൻ്റെ പറഞ്ഞു. BF3യുടെ നമ്മൾ പറഞ്ഞു. BF3ക്ക് C3 ആക്സിസ് പാസിങ് ത്രൂ ബോറോൺ ആറ്റം ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ദ മോളിക്യൂൾ. അതുപോലെ പോസസ് 3 സെക്കൻഡറി C2 ആക്സിസ്. ഓരോ BF ബോണ്ടിലൂടെയും പാസ് ചെയ്യുന്ന സെക്കൻഡറി C2 ആക്സിസ്
ബി എഫ് ത്രീക്ക് ഉണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്ന 3 C2 ആക്സിസുകൾ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്ട്രക്ചറൊക്കെ പറഞ്ഞിട്ട് വരച്ചു കഴിഞ്ഞു. ഇതാണ് BF3 മോളിക്യൂളിൻ്റെ പ്രോപ്പർ റൊട്ടേഷൻ ആക്സിസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് പറഞ്ഞത്. നമ്മൾ ആകെ 2 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളൂ, ഐഡൻറ്റിറ്റി ഓപ്പറേഷനും പ്രോപ്പർ റൊട്ടേഷൻ ഓപ്പറേഷനും. ഈ പ്രോപ്പർ റൊട്ടേഷനിൽ തന്നെ ഇനിയും നമുക്ക് ഒരുപാട് മോളിക്യൂൾസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.